മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി കമ്മിറ്റിയുടെ ഘടനയും നടപടിക്രമങ്ങളും സംബന്ധിച്ച ഹർജിയിൽ സുപ്രീംകോടതി വാദം കേൾക്കാനിരിക്കെയാണ് അർദ്ധരാത്രി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തീരുമാനം കൈക്കൊണ്ടത്. ഇത് അനാദരവും മര്യാദയില്ലാത്തതുമാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, നേരത്തെ തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ വിയോജനക്കുറിപ്പും പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാവുന്നത്? ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ലോക്സഭ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും അതിനെതിരെ സുപ്രീം കോടതി എല്ലാം തന്നെയും ഹർജികൾ നൽകുകയും ചെയ്തിരുന്നു. ഹർജിയിൽ വാദം കേൾക്കാനിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി തന്നെ ഇത്തരത്തിൽ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. അതിൽ അംഗമായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിൽ വിയോജനക്കുറിപ്പ് അറിയിക്കുകയും ചെയ്തു. ആ വിയോജനക്കുറിപ്പ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ കമ്മിറ്റിയുടെ ഘടനയും നടപടിക്രമവും സംബന്ധിച്ചെല്ലാം തന്നെയും ഹർജി സുപ്രീം കോടതി ഇരിക്കെ അർദ്ധരാത്രി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ തീരുമാനം കൈക്കൊണ്ടത് ഇത് അനാദരവും മര്യാദയില്ലാത്തതുമാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു. അതുകൂടാതെ സുപ്രീം കോടതിയുടെ നടപടികൾക്ക് വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനമെന്നും ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രമല്ല ഇതിൽ വിയോജനക്കുറിപ്പ് അടക്കം അദ്ദേഹം എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എക്സിക്യൂട്ടീവിന് ഒരു ഇടപെടൽ പാടില്ലെന്നാണ് BR അംബേദ്കർ വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ BJPയുമായി ഏറ്റവും അടുത്ത വിശ്വസ്തനും അമിത്ഷാ അടക്കമല്ലാതിനെയും ഏറ്റവും വലിയ വിശ്വസ്ത കൂടിയാണ്. അത് മാത്രമല്ല ഇപ്പം നേരത്തെ ഈ ആർട്ടിക്കിൾ അടക്കമല്ലാതെ അതായത് ഈ കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും അടുത്ത സഹായം നൽകിയ ആൾ കൂടിയാണ്. അങ്ങനെ BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ ഒരു ജ്ഞാനേഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ നിയമനവും അത് ആ രീതിയിൽ കാണേണ്ടത് തന്നെ ഉണ്ട്. എന്തായാലും ഈ നിയമനത്തിൽ വളരെ ാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ആ വിയോജനക്കുറിപ്പ് അടക്കം ഇപ്പോൾ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.